നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാട് തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CCTVയും കുന്നംകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് നടത്തിവന്നിരുന്ന ജനകീയം 2020 തത്സമയ സംവാദം സമാപിച്ചു. സംസ്ഥാനത്ത് 3699 പേർക്ക് കോവിഡ്, 3348 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ, 4544 പേർക്ക് രോഗമുക്തി, 23 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 525 പേർക്ക് കൂടി കോവിഡ്, 826 പേർ രോഗമുക്തരായി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോവിഡ് മൂലം വയോധികൻ മരിച്ചു. അണ്ടത്തോട് കുമാരൻപടിയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ വാഹനം കന്യാകുമാരിയിൽ നിന്നും വടക്കേക്കാട് പോലീസ് കണ്ടെത്തി. ഡ്രൈവർ അറസ്റ്റിൽ. അടിക്കടി അപകടമുണ്ടാകുന്ന കല്ലുംപുറം വളവിലെ സിഗ്നൽ ലൈറ്റ് കണ്ണടച്ചിട്ട് 2 ആഴ്ചയായിട്ടും നടപടിയായില്ല. വിശദമായ വാർത്തയിലേക്ക്. ആദ്യം നാട്ടങ്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CCTVയും കുന്നംകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് നടത്തിവന്നിരുന്ന ജനകീയം 2020 തത്സമയ സംവാദം സമാപിച്ചു. വേലൂർ, കാട്ടകമ്പാൽ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളാണ് സമാപന ദിനത്തെ സംവാദത്തിൽ പങ്കെടുത്തത്. ക്ഷേമഭരണമാണ് വേലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്ന് പ്രസിഡന്റും CPM നേതാവുമായ ഷെർലി ദിലീപ് പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്ക് പരിഗണന നൽകി ഗവൺമെന്റ് സ്കൂളുകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. കോടികൾ ചെലവഴിച്ച് സ്കൂൾ കെട്ടിടങ്ങളും ഗ്രൗണ്ടും നിർമ്മിച്ചു. റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കി. കുടിവെള്ള പദ്ധതികൾക്ക് 225 ലക്ഷം രൂപ ചെലവഴിച്ചു. മഴവെള്ള സംഭരണികൾ വീടുകളിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു. തരിശുഭൂമി കൃഷിക്ക് ഉപയോഗപ്പെടുത്തി. ക്ഷീര കർഷകർക്ക് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. തൊഴിലുറപ്പ് മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും ഷെർലി ദിലീപ് കുമാർ പറഞ്ഞു. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടാണ് വേലൂർ പഞ്ചായത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് അംഗം ശ്യാം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് മെമ്പർമാരെ പഞ്ചായത്ത് ഭരണസമിതി അവഗണിക്കുകയായിരുന്നു. CPM BJP പ്രവർത്തകരെ വിവിധ ഓഫീസുകളിലെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചു. പഞ്ചായത്ത് ഭരണസമിതി യോഗം കൃത്യമായും വിളിക്കാറില്ല. കോൺഗ്രസ് മെമ്പർമാർക്ക് എതിരെ കള്ളക്കേസ് എടുത്തതായും ശ്യാം ആരോപിച്ചു. കോൺഗ്രസ് CPM ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ചാണ് BJP പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് BJP നേതാവ് മണികണ്ഠൻ പറഞ്ഞു. CPM കോൺഗ്രസ് കൂട്ടുകെട്ടാണ് വേലൂരിൽ നടക്കുന്നത്. ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കിയില്ല. ഭരണവിരുദ്ധ വികാരമാണ് പഞ്ചായത്തിൽ നിലനിൽക്കുന്നതെന്നും മണികണ്ഠൻ കുറ്റപ്പെടുത്തി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് അന്തിമ സംവാദത്തിൽ പങ്കെടുത്തത്. സുതാര്യവും അഴിമതിരഹിതവും ആക്ഷേപം ഇല്ലാത്തതുമായ ജനകീയ ഭരണമാണ് കാട്ടകമ്പാലിൽ നടന്നതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ CK സദാനന്ദൻ പറഞ്ഞു. ഉൽപാദനവും സംഭരണവും വിതരണവും സമ്പാദ്യവും ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഭരണമാണ് നടത്തിയത്. കൃഷിക്ക് പ്രാധാന്യം നൽകിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. 57 ഹെക്ടർ തരിശുഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞു. ലൈഫിൽ 33 വീടുകൾ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഫണ്ടുപയോഗിച്ച് 103 വീടുകൾ പൂർത്തീകരിച്ചു. മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കി. സമഗ്രമായ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. സമഗ്രമായ ആരോഗ്യ പദ്ധതിയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്നും CK സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. എന്നാൽ വികസനമില്ലാതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയ ഭരണമെന്ന് കോൺഗ്രസ് അംഗം MS മണികണ്ഠൻ പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ യാതൊരുവിധ പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല. ലൈഫ് പദ്ധതിയിൽ 33 വീടുകൾ മാത്രമാണ് നൽകിയത്. നഗരമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. വഴിവിളക്കുകളെല്ലാം മങ്ങിയ നിലയിലാണ്. മുൻപ് UDF നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഓർമ്മിക്കത്തക്കതായി ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. M ബിജുപാൽ, PS ടോണി എന്നിവർ മോഡറേറ്റർമാരായി. CCTV ന്യൂസ് കുന്നംകുളം. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 16 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടുപിടിച്ചു തുടങ്ങി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വേണ്ടത്ര വീറും വാശിയും ഇല്ലാതെയാണ് ഈ വർഷത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതെങ്കിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ മത്സരരംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വീടുകൾ കയറിയിറങ്ങി വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ്. മുന്നണികളുടെ പോസ്റ്റർ പ്രചരണങ്ങളും ചുവരെഴുത്തുകളും ഏറെക്കുറെ പൂർത്തിയായി. 140 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നുവെങ്കിലും 51 പേർ മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത്.
പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ 89 പത്രികകളാണ് പിൻവലിച്ചത്. LDF, UDF, NDA മുന്നണികൾ 16 വാർഡുകളിലും മത്സരിക്കുമ്പോൾ 3 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. 5, 10, 12 വാർഡുകളിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ബാക്കി 13 വാർഡുകളിലും 3 മുന്നണികളും നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ 16-ൽ 12 വാർഡുകളിലാണ് CPIM വിജയിച്ചത്. കോൺഗ്രസ് 4 സീറ്റുകളിലാണ് വിജയിച്ചത്. 7ാം വാർഡ് വെട്ടുകാട് കഴിഞ്ഞ തവണ മത്സരിച്ച് 200ഓളം വോട്ട് നേടിയ SDPI ഇക്കുറി മത്സര രംഗത്തില്ല. ആളൂർ മേഖല SDPIയുടെ ശക്തി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 15ാം വാർഡിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13ാം വാർഡിലെ ഒരു ബൂത്തിലും BJP 1ാമതായിരുന്നു. ഈ സാഹചര്യങ്ങൾ മുതലെടുത്ത് ശക്തി തെളിയിക്കാനാണ് BJPയുടെ ശ്രമം. എന്നാൽ കഴിഞ്ഞ തവണ കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കിയാണ് UDF രംഗത്തിറങ്ങിയിട്ടുള്ളത്. 2000 മുതൽ 2010 വരെയുണ്ടായ തുടർ ഭരണം ഇക്കുറിയും ആവർത്തിക്കാനാണ് LDF തന്ത്രങ്ങൾ മെനയുന്നത്. 3 മുന്നണികളും ആവേശമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ രാഷ്ട്രീയ കളികളിൽ അസംതൃപ്തരായ ജനങ്ങളുടെ പിന്തുണയോടെ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് 3 വാർഡുകളിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുമുള്ളത്. മുന്നണികളും സ്ഥാനാർത്ഥികളും സജീവമായതോടെ ആവേശ കൊടുമുടിയിലാണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന 2 വിമതരെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. നഗരസഭ 8ാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷോബി ഫ്രാൻസിസ്, 28ാം വാർഡിൽ മത്സരിക്കുന്ന ബൂത്ത് പ്രസിഡന്റ് കോയ എന്നിവരെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് DCC പ്രസിഡന്റ് MP വിൻസെന്റ് പുറത്താക്കിയത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് കൊക്കൂർ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ വൈസ് പ്രസിഡന്റ് CP പോൾ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, MS മണികണ്ഠൻ, VC ലത്തീഫ്, ബിജു പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് UDF കൺവെൻഷൻ നടത്തി. അകലാട് മെഹന്തി ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ പഞ്ചായത്ത് UDF ചെയർമാൻ KK ഹംസക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. RP ബഷീർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത്, V അബ്ദുൽ സലാം, RV മുഹമ്മദ് കുട്ടി, കരീം കരിപ്പോട്ട്, ഷംസുദ്ദീൻ IP, രാജേന്ദ്രൻ PM സെയ്തലവി, അബ്ദുൽ ജബ്ബാർ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. കോൺഗ്രസ് ഗുരുവായൂർ പൂക്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് നന്ദനൻ കോമത്തിന്റെ നേതൃത്വത്തിൽ 5 പേർ പാർട്ടി വിട്ട് CPMൽ ചേർന്നു. കോൺഗ്രസിന്റെ മതേതര വികസന വിരുദ്ധ സമീപനങ്ങളും ഗാന്ധിയൻ വിരുദ്ധ നിലപാടുകളുമാണ് പാർട്ടിയിൽ രാജിവെക്കാൻ കാരണമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റിന് പുറമെ സേവാദൾ മണ്ഡലം പ്രസിഡന്റ് CS സത്യൻ, സജീവ പ്രവർത്തകരായ ഉണ്ണികൃഷ്ണൻ ആലുങ്ങൽ, CP ഷാജൻ, സുന്ദരൻ കൈപ്പട എന്നിവരാണ് പാർട്ടി വിട്ടത്. വാർഡിലെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഇവർ അറിയിച്ചു. പൂക്കോട് മണ്ഡലം കോൺഗ്രസിൽ വിഭാഗീയത, സങ്കുചിത അഴിമതി, സ്വജനപക്ഷപാത സമീപനം എന്നിവ പ്രസ്ഥാനത്തെ അടിമുടി തകർത്തിരിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. കാൽപന്തുകളിയിലെ ഇതിഹാസം ഡീഗോ മറഡോണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബാഡ്ജ് ധരിച്ച് പ്രചാരണം തുടർന്ന് മരത്തങ്കോട് 16ാം വാർഡ് UDF സ്ഥാനാർത്ഥി വനജ രാജേന്ദ്രൻ. മരത്തങ്കോട്, കിടങ്ങൂർ പ്രദേശങ്ങളിൽ നിരവധി സ്പോർട്സ് ക്ലബ്ബുകൾ സജീവമാണ്. MP സിജോ, റെജി മണ്ടുമ്പാൽ, KV ബാബു പോൾ, ശൈലേഷ് കിടങ്ങൂർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ജനവാസ മേഖലയിലെ ഭീമൻ കടന്നൽക്കൂട് ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. പോർക്കുളം പഞ്ചായത്തിലെ 9ാം വാർഡ് നോങ്ങല്ലൂർ ഭാഗത്താണ് കടന്നൽക്കൂട് രൂപപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ആൾതാമസമില്ലാത്ത പറമ്പിലെ മരത്തിലാണ് 1 മാസം മുമ്പ് കടന്നൽ കൂടുകൂട്ടിയത്. 4 അടിയോളം നീളവും 3 അടിയോളം വീതിയുമുണ്ട് കൂടിന്. കാറ്റിൽ മരച്ചിലകൾ ഇളകുമ്പോഴും പരുന്തു തട്ടിയും ഈച്ചകൾ വീടുകളിലേക്ക് എത്തുന്നത് മൂലം ഏറെ ഭീതിയിലാണ് സമീപവാസികൾ കഴിയുന്നത്. ചെറിയ കുട്ടികളും രോഗികളും വൃദ്ധരുമായുള്ള നിരവധി കുടുംബങ്ങളാണ് ചുറ്റുമുള്ളത്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്ന് ഗ്രാമവാസികൾ പറയുന്നു. ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ വാഹനം കന്യാകുമാരിയിൽ നിന്നും വടക്കേക്കാട് പോലീസ് കണ്ടെത്തി. ഡ്രൈവർ കന്യാകുമാരി സ്വദേശി പണ്ടാറക്കാട് ആന്റണി അലക്സിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 4-ന് അണ്ടത്തോട് കുമാരൻപടിയിൽ രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. മത്സ്യം കയറ്റി പൊന്നാനി ഭാഗത്തേക്ക് പോയിരുന്ന മിനി പിക്കപ്പ് വാൻ എതിരെ വന്ന സ്കൂട്ടിയിൽ തട്ടിയിട്ടും നിർത്തിയില്ല. സ്കൂട്ടിയിൽ വന്ന യുവാക്കൾ റോഡിൽ വീഴുകയും പിറകെ വന്ന മറ്റൊരു കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തു.
അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അകലാട് പാട്ടരായിക്കൽ ഉമ്മറിന്റെ മകൻ സഹീർ പിന്നീട് മരിച്ചിരുന്നു. ആലപ്പുഴ മുതൽ പൊന്നാനി വരെയുള്ള 20 സ്ഥലങ്ങളിലുള്ള സിസിടിവി ക്യാമറകൾ SHO സുരേന്ദ്രൻ, SI രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധിച്ചു. അന്വേഷണം ആലപ്പുഴ വരെ നീണ്ടപ്പോഴാണ് നിർത്താതെ പോയ വാഹനത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം ലഭിച്ചത്. വാഹനത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം കുന്നംകുളം ACP TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം ASI അക്ബർ, CPO ലിനു, ഡെന്നിസ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി വാഹനം കണ്ടെത്തുകയായിരുന്നു. പിക്കപ്പ് വാൻ ഓടിച്ചിരുന്ന ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. പ്രസവാനന്തരമുണ്ടായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നഴ്സ് മരിച്ചു. മരത്തങ്കോട് ചിറ്റിലപ്പിള്ളി വർഗീസിന്റെ മകളും ചൊവ്വനൂർ അയ്യപ്പത്ത് റോഡിൽ ജോണിയുടെ ഭാര്യയുമായ 33 വയസ്സുള്ള വിൽസിയാണ് മരിച്ചത്. 20 ദിവസം മുമ്പ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് ഇവർ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. രക്തധമനിക്കുണ്ടായ തകരാറിന് ചികിത്സയിലായിരുന്നു. അൽഫോൺസയാണ് മാതാവ്. 3 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. CCTVയുടെ സഹോദര സ്ഥാപനമായ സാട്രോൺ ഇലക്ട്രോണിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 12ാമത് വാർഷിക പൊതുയോഗം നടന്നു. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന വാർഷിക യോഗത്തിൽ സാട്രോൺ ചെയർമാൻ PP ബിജു അധ്യക്ഷനായി. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ലോങ് ടൈം ഒരു സ്ഥാപനം നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പൊതു സ്വഭാവം അത് വളർച്ചയുടെ ഒരു സ്റ്റെപ്പാണ് കാണിക്കുന്നത്. അതിന്റെ ഗ്രാഫ് നോക്കിയാൽ അത് വളർച്ചയാണ്. പിന്നീടുള്ള അതിന്റെ പോരായ്മകളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന് സമാനമായിട്ടുള്ള അപൂർവം സ്ഥാപനങ്ങളാണ് ഇതുപോലെ ഇന്ന് നിലനിൽക്കുന്നത്. ഓപ്പറേറ്റർമാരുടെ കേബിൾ സംബന്ധമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിലും ഗുണമേന്മയുള്ള കേബിൾ അനുബന്ധ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിലും സാട്രോൺ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിലെ കേബിൾ TV പോലെ തന്നെ അതിന് സമാനമായിട്ടുള്ള അനുബന്ധ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് ഇപ്പോഴും CCTV തന്നെയാണ്. സാട്രോൺ മാനേജിംഗ് ഡയറക്ടർ NV അബ്ദുസമദ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. CCTV ചെയർമാൻ KC ജോൺസൺ, കേരള വിഷൻ ചെയർമാൻ PM നാസർ എന്നിവർ ആശംസകൾ നേർന്നു. സാട്രോൺ ഡയറക്ടർ AS പ്രസാദ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സാട്രോൺ ഡയറക്ടർമാരായ KM എഡ്വിൻ സ്വാഗതവും PM മനോജ് നന്ദിയും പറഞ്ഞു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി NV അബ്ദുസമദ്, PP ബിജു, KM എഡ്വിൻ, PM മനോജ്, AS പ്രസാദ്, തനു തോമസ്, വിക്ടർ ജോൺസൺ എന്നിവരെ തെരഞ്ഞെടുത്തു. പുതിയ ഡയറക്ടർ ബോർഡിന്റെ ആദ്യ യോഗം ചേർന്ന് മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ എന്നിവരെ തെരഞ്ഞെടുക്കും. ന്യൂസ് ഡെസ്ക്, CCTV. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രാദേശികക്കാരുടെ ദർശന സമയം കൂടുതലാക്കി ക്രമീകരിച്ചു. പുലർച്ചെ 4:30 മുതൽ 8:30 വരെ ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് കാണിച്ച് ദർശനത്തിന് പ്രവേശിക്കാം. വ്യാഴാഴ്ച ദേവസ്വം പുറത്തിറക്കിയ അറിയിപ്പിൽ പുലർച്ചെ 5:30 മുതൽ 6:30 വരെയാണ് ദർശന സമയം അനുവദിച്ചത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് ദർശന സമയം കൂടുതലാക്കി ക്രമീകരിച്ചത്. നഗരസഭാ അതിർത്തിയിലെ താമസക്കാർ, ദേവസ്വം ജീവനക്കാർ, 70 വയസ്സുവരെയുള്ള ദേവസ്വം പെൻഷൻകാർ, പാരമ്പര്യ ജീവനക്കാർ, മാധ്യമ പ്രവർത്തകർ എന്നിവർക്കും കുടുംബാംഗങ്ങൾക്കുമാണ് പുലർച്ചെ 4:30 മുതൽ രാവിലെ 8:30 വരെ ദർശന സമയം അനുവദിച്ചിട്ടുള്ളത്. ഡിസംബർ 1 മുതൽ വെർച്വൽ ക്യൂ വഴി 4000 പേരെയും നെയ്വിളക്ക് ഷീട്ടാക്കുന്നവരെയും നാലമ്പലത്തിനുള്ളിലേക്ക് ദർശനത്തിന് പ്രവേശനം അനുവദിക്കും. തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് 3966 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 39,108 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.14 ആണ്. 23 മരണങ്ങളാണ് ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2171 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 81 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3348 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 488 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 49 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 4544 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 63,885 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 5,21,522 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. തൃശൂർ ജില്ലയിൽ 525 പേർക്ക് കൂടി കോവിഡ്. 826 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6292 ആണ്. തൃശൂർ സ്വദേശികളായ 98 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം
57,660 50,939 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ വെള്ളിയാഴ്ച സമ്പർക്കം വഴി 507 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 4 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 7 പേർക്കും രോഗ ഉറവിടമറിയാത്ത 7 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 36 പുരുഷന്മാരും 34 സ്ത്രീകളും 10 വയസ്സിന് താഴെ 17 ആൺകുട്ടികളും 12 പെൺകുട്ടികളുമുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോവിഡ് മരണം. നെല്ലുവായി നെന്മണിക്കര മഠം അനന്തരാമനാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതിയാണ് കോവിഡ് പോസിറ്റീവായത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കിടപ്പിലായിരുന്നു. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് മുളങ്കുന്നത്ത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉച്ചയോടെ മരണം സംഭവിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ 37 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് കോവിഡ് ബാധിച്ചതായി കണ്ടെത്തിയത്. സമ്പർക്കത്തിലുള്ളവരും ഇല്ലാത്തവരുമായി 86 പേരിലാണ് പരിശോധന നടത്തിയത്. ഏറ്റവും കൂടുതൽ രോഗികളുള്ള 7, 18 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് 33 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി രോഗം ബാധിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ടവർ, ഹോം ഐസൊലേഷനിൽ കഴിയുന്നവർ, ആരോഗ്യ കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിലുള്ളവർ എന്നിവർക്കായി നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 33 പേർക്ക് രോഗം കണ്ടെത്തിയത്. ആകെ 231 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. പഞ്ചായത്തിനകത്ത് സമ്പർക്ക രോഗവ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പോലീസുകാരൻ ഉൾപ്പെടെ 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരുമനയൂർ പഞ്ചായത്തിൽ 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ സ്റ്റേഷനിലെ പോലീസുകാരനാണ് കോവിഡ് ബാധിതനായത്. ചാവക്കാട്, ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 4 പേർക്ക് വീതം ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. വടക്കേക്കാട് ആൽത്തറയിൽ ഒരാൾക്കും രോഗം ബാധിച്ചു. 68 പേരെയാണ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ പോലീസുകാരനടക്കം 17 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 46 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 2 പേർക്കും വിവിധ ആശുപത്രികളിലായി നടത്തിയ RT-PCR പരിശോധനയിൽ 15 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂക്കോട് സോണിൽ 10 പേരും അർബൻ സോണിൽ 4 പേരും തൈക്കാട് സോണിൽ 3 പേരുമാണ് രോഗികളായത്. ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിലെ പാലക്കാട് സ്വദേശിയായ പോലീസുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. പാലക്കാട് സ്വദേശികളായ 2 പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗവ്യാപനത്തെ തുടർന്ന് കാരക്കാട് 19-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. എടപ്പുള്ളി 13, ഹൈസ്കൂൾ 14, ചൂൽപ്പുറം വെസ്റ്റ് 31 എന്നീ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 2 പേർക്ക്. 10-ാം വാർഡിൽ 46 വയസ്സുള്ള പുരുഷൻ, 13 വയസ്സുള്ള പെൺകുട്ടി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ RT-PCR പരിശോധനയിൽ 8-ാം വാർഡ് ഒറ്റപ്പിലാവിൽ ഒരു സ്ത്രീയുടെയും പഴഞ്ഞി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 1-ാം വാർഡ് കടവല്ലൂർ ഈസ്റ്റിൽ 2 സ്ത്രീകളുടെയും പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. ചൂണ്ടൽ പഞ്ചായത്തിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 2 പേർക്ക്. പട്ടിക്കരയിൽ 43 വയസ്സുള്ള പുരുഷൻ, 22 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ആന്റിജൻ പരിശോധനാ സംവിധാനം ഒരുക്കി ചാവക്കാട് താലൂക്ക് ആശുപത്രി. ഇതിന്റെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ സ്റ്റെപ്പ് കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു. വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കി ടെസ്റ്റ് ചെയ്യുന്നവർക്കും രോഗസംശയമുള്ളവർക്കും ചെറിയ നിരക്കിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താം. നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ശ്രീജ, RMO ഡോക്ടർ ജോബിൻ രാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയ്കുമാർ, നഴ്സിംഗ് സൂപ്രണ്ട് റോസിലി എന്നിവർ സംസാരിച്ചു. പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്നവർ 85 94 03 73 10 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം കീഴൂർ ശ്രീ കാർത്തികേയ ദേവി ക്ഷേത്രത്തിലെ കാർത്തികയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ തന്ത്രി പൂജകൾക്കും ശ്രീഭൂതബലിക്കും ശേഷം വാദ്യത്തോടെ ഒരാനപ്പുറത്ത് ദേവി എഴുന്നള്ളി പ്രദക്ഷിണം ചെയ്ത് ചടങ്ങുകൾ സമാപിക്കും. വൈകിട്ട് 6-ന് നിറമാല, ചുറ്റുവിളക്ക്, കേളി, തായമ്പക എന്നിവയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് ആരംഭിക്കും. ഇടയ്ക്ക, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ഒരാനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിച്ച് 3 പ്രദക്ഷിണത്തിനു ശേഷം മേളത്തോടെ ചടങ്ങ് അവസാനിക്കും. പൂജകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ പോർക്കുളം കരകന്നൂർ വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ എമ്പ്രാന്തിരിയും നേതൃത്വം നൽകും. മേളത്തിന് കക്കാട് രാജപ്പൻ മാരാർ പ്രമാണിയാകും.
വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് വലിയപുരയ്ക്കൽ, സെക്രട്ടറി മധു കെ നായർ, ട്രഷറർ ശ്രീരഞ്ജ് കെ പി, സംയുക്ത ഉത്സവ സമിതി സെക്രട്ടറി സി പ്രവീൺകുമാർ, മേൽശാന്തി സുബ്രഹ്മണ്യൻ എംബ്രാന്തിരി തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. ഓൺലൈൻ വഴി സംഘടിപ്പിച്ച കലോത്സവം സർഗലയ 2020 ചലച്ചിത്രതാരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദ്യാലയം തുറന്നു പ്രവർത്തിക്കാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥിനികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ സംവിധാനം വഴി കലോത്സവത്തിന് അരങ്ങൊരുക്കിയത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന സർഗലയ കലോത്സവത്തിന് മുന്നോടിയായി കൊച്ചി തൃശൂർ ആകാശവാണിയിലെ കലാകാരിയും പാലിശ്ശേരി SNDP സ്കൂളിലെ സംഗീത അധ്യാപികയും ചിത്രകലാധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടും ചേർന്ന് സംഗീത ചിത്രകലാ ക്ലാസുകൾ നയിച്ചു. 90ഓളം വിദ്യാർത്ഥിനികളാണ് കലോത്സവ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് സാബു ചിറമൽ, SRG കൺവീനർ പ്രിസി ടീച്ചർ, MPTA പ്രസിഡന്റ് സിന്ധു ബിനു എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനി അഖില M ജയന്തൻ, വിദ്യാർത്ഥി പ്രതിനിധി ആത്മിക ലിയോൺ എന്നിവർ കലോത്സവ ഓർമ്മകൾ പങ്കുവച്ചു. വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുമ്പോഴും ആടിയും പാടിയും കലോത്സവത്തിനെ ആഘോഷമാക്കുകയാണ് വിദ്യാർത്ഥിനികൾ. സർഗലയ 2020 കൺവീനർമാരായ ജസീന്ത ടീച്ചർ, ടെജി ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ പുരോഗമിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. CPM ചാവക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയായി KH സലാമിനെ തെരഞ്ഞെടുത്തു. നിലവിലെ സെക്രട്ടറി MR രാധാകൃഷ്ണൻ 31ാം വാർഡിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥാനമാറ്റം. ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, ബാലസംഘം ഏരിയ കൺവീനർ എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ് സലാം. ഇത് 2ാം തവണയാണ് KH സലാം CPM ലോക്കൽ സെക്രട്ടറിയാകുന്നത്. കഴിഞ്ഞ തവണ ചാവക്കാട് നഗരസഭാ കൌൺസിലർ ആയതിനെ തുടർന്നാണ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. എടക്കളത്തൂർ നിർമ്മല സദൻ ഓർഫനേജിൽ സേവന പ്രവർത്തനങ്ങളുമായി ചൂണ്ടൽ ലയൺസ് ക്ലബ്ബ്. കേന്ദ്രത്തിലെ മദർ സുപ്പീരിയറിന് ആദരവും ഇതോടൊപ്പം നടന്നു. കിടപ്പുരോഗികൾക്ക് മ്യൂസിക് തെറാപ്പിക്കായി FM റേഡിയോ, റീഡിംഗ് ഗ്ലാസുകളുടെ വിതരണം, പ്രമേഹ രോഗനിർണയ ക്യാമ്പും ഗ്ലൂക്കോമീറ്റർ വിതരണം, ജാക്ക് ഫ്രൂട്ട് പ്ലാന്റേഷൻ, റിലീവിംഗ് ഹങ്കർ പദ്ധതി, ചൈൽഡ്ഹുഡ് ക്യാൻസർ ബോധവൽക്കരണ പോസ്റ്റർ വിതരണം എന്നീ സർവീസ് പ്രൊജക്ടുകളും 100 വനിതകൾക്ക് ആദരവും സ്നേഹസമ്മാനവും പദ്ധതിയോടനുബന്ധിച്ച് നിർമ്മല സദനിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലൗലി കാട്ടുമറ്റത്തിന് ആദരവുമാണ് ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമീപത്ത് വരാനും ഞങ്ങളെ ആദരിക്കാനും കാണിച്ച ഞങ്ങളുടെ നല്ല മനസ്സിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ക്ലബ് പ്രസിഡന്റ് KC ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ PK രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ കീഴിൽ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് യാതൊരു തടസ്സം ഞങ്ങളുടെ മുന്നിലില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് എന്ത് തടസ്സം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ലയൺസ് ക്ലബ്ബിലെ മെമ്പേഴ്സ്, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത് ചൂണ്ടൽ ലയൺസ് ക്ലബ്ബിൽ, അവർ ആ കൂട്ടായ്മയാണ്. ആ എല്ലാവരും തമ്മിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഈ സർവീസസ് പ്രൊജക്റ്റുകൾ വിജയിപ്പിക്കാൻ വേണ്ടി ഡിസ്ട്രിക്റ്റിനോട് നമ്മളുടെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ സാജു പാത്താടിനോടും ഒരുമിച്ച് നിന്ന് ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കാൻ സഹകരിക്കുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജെയിംസ് വളപ്പില മുഖ്യപ്രഭാഷണം നടത്തി. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി KV മധു, റീജിയൺ ചെയർപേഴ്സൺ EK രാമകൃഷ്ണൻ, സോൺ ചെയർപേഴ്സൺ സജി സണ്ണി, ക്ലബ് ട്രഷറർ K സന്തോഷ് കുമാർ, ഡയറക്ടർ PM ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് MRRM ഹൈസ്കൂളിലെ 1984-85 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് വാഷ് ബേസിൻ നൽകി. പൂർവ്വ വിദ്യാർത്ഥിയും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായിരുന്ന NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. 15,000 രൂപ വില വരുന്ന ഫുൾ സ്റ്റെയിൻലെസ് വാഷ് ബേസിനാണ് കൈമാറിയത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് PK ശ്രീജ ഏറ്റുവാങ്ങി. സംഘടനാ പ്രസിഡന്റ് M പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ഹരിലാൽ, ഡോക്ടർ VJ ജോബിൻ രാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയ്കുമാർ, പൂർവ്വ വിദ്യാർത്ഥികളായ CK ജയതിലകൻ, KM ജയപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിക്കടി അപകടമുണ്ടാകുന്ന കല്ലുംപുറം വളവിലെ സിഗ്നൽ ലൈറ്റ് കണ്ണടച്ചിട്ട് 2 ആഴ്ചയായി. ഇടിമിന്നലിലാണ് സിഗ്നലിന്റെ പ്രവർത്തനം നിലച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകട മേഖലയായ കല്ലുംപുറം വളവിൽ വാഹനങ്ങളുടെ വേഗം കുറയ്ക്കാൻ സ്ഥാപിച്ച സിഗ്നൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ മേഖലയിൽ വാഹന അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ 6 മാസം മുൻപാണ് അധികൃതർ സിഗ്നൽ സ്ഥാപിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 10ഓളം അപകടങ്ങളാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ വർഷം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. കല്ലുംപുറം വളവിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് സിഗ്നലിന്റെ വരവോടെ
എത്തിയതോടെ കാര്യമായ കുറവുണ്ടായിരുന്നു. പെരുമ്പിലാവ് സെന്ററിലെ സിഗ്നലും തകരാറിലായിട്ട് 1 വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചന്തമുള്ള ചാവക്കാടിന് കൂടുതൽ ചന്തമേകാൻ ചുവർ ചിത്രങ്ങൾ. ഒറ്റനോട്ടത്തിൽ കൗതുകം പകരുന്ന മനോഹരമായ ചിത്രങ്ങളാണ് മേഖലയിലെ പൊതു ചുവരുകളിലെങ്ങും ആലേഖനം ചെയ്തിരിക്കുന്നത്. ചിൽഡ്രൻസ് പാർക്ക്, താലൂക്ക് ഓഫീസ്, സബ് ജയിൽ, പോലീസ് സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലെ മതിലുകൾ കണ്ടാൽ ആരും ഒന്ന് നിന്നുപോകും. ആർട്ടിസ്റ്റ് കുന്നംകുളം സ്വദേശി TV ഗോപികൃഷ്ണന്റെ നേതൃത്വത്തിൽ അത്രയേറെ മനോഹരമാക്കിയിരിക്കുകയാണ് ചുവരുകൾ. ശുചിത്വം പാലിക്കേണ്ടതിന്റെ മാർഗനിർദ്ദേശങ്ങൾ ചുവരെഴുത്തുകൾ വഴി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലക്ഷ്യം. ചാവക്കാടിന്റെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന ദൃശ്യങ്ങളും ഇവയിൽ ഇടം നേടിയിട്ടുണ്ട്. പണ്ടുകാലത്ത് മേഖലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന ചാവക്കാട്ട് കനോലി കനാലിലെത്തുന്ന ചരക്കുകൾ ശേഖരിച്ച് വ്യാപാരികൾ വാണിജ്യത്തിനായി കാളവണ്ടിയിൽ പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങളും ഗോപികൃഷ്ണൻ തന്റെ കരവിരുതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നാടിന്റെ ചരിത്രം ചുവരുകളിൽ രേഖപ്പെടുത്തുന്നത് ഏറെ ശ്രമകരമായിരുന്നെന്നും എന്നാൽ അതിൽ വിജയിക്കാനായതിന്റെ സന്തോഷമുണ്ടെന്നും ആർട്ടിസ്റ്റ് ഗോപികൃഷ്ണൻ പറഞ്ഞു. കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ ചുമരുകളിൽ ഇതേപോലെ വർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ HSന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ മുനിസിപ്പൽ ജീവനക്കാർ ഹെൽത്ത് വിഭാഗം എന്നോട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചാവക്കാടിൻ്റെ ചരിത്രവും പണ്ടത്തെ കുറേ ഓർമ്മകളും ആയിട്ട് കുറേ ആൾക്കാർ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ തനിമ ഓതുന്ന കുറച്ച് ചിത്രങ്ങളാണ്. കടത്തുവള്ളം, വഞ്ചി, അതേപോലെ ചുമട്ട് തൊഴിലാളികൾ. അപ്പോൾ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അതിൻ്റെ കൂടെ കൂടി ചേർത്തുകൊണ്ടാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശരിയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ രാത്രി പകലൊക്കെ ആയിട്ട് 19 ദിവസത്തെ വർക്കാണ് ചെയ്തത്. ഞങ്ങൾ 5-7 പേരോളം ഇതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടില്ല, 2-3 ദിവസത്തെ വർക്ക് കൂടിയുണ്ട്. കൂട്ടുങ്ങൽ ചത്തുരം, പ്രകൃതി സംരക്ഷണം, പോലീസ് സ്റ്റേഷൻ, കർഷക ജീവിതം എന്നിവയുടെ വ്യത്യസ്ത ദൃശ്യങ്ങൾ ചുവരുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. ജീവൻ തുടിക്കുന്ന നിറപ്പകിട്ടാർന്ന ഈ ചുവരെഴുത്തുകൾ ജനഹൃദയം കവർന്നിരിക്കുകയാണ്. നഗരസൗന്ദര്യത്തെ പ്രദാനം ചെയ്യുന്ന ചുമരെഴുത്തുകൾ സർഗാത്മകതയുടെ മനോഹര ദൃശ്യവിരുന്നാണ് ചാവക്കാടിന് സമ്മാനിക്കുന്നത്. CCTV ന്യൂസ്, ചാവക്കാട്. പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിലെ പെരുന്നാളും നവീകരിച്ച ദേവാലയത്തിന്റെയും മദ്ബഹയുടെയും ശുദ്ധീകരണവും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. മോർ ദിയാസ്കോറോസ് കുര്യാക്കോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരവും മദ്ബഹയുടെ ശുദ്ധീകരണവും നടക്കും. ഞായറാഴ്ച രാവിലെ 6:30-ക്ക് പ്രഭാത പ്രാർത്ഥനയും 7:30-ക്ക് കുർബാനയും നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പെരുന്നാളും മദ്ബഹ ശുദ്ധീകരണവും നടത്തുന്നത്. പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ CG മാത്യു, സെക്രട്ടറി CC ജോസ്, ട്രസ്റ്റി PC ഹീറോ എന്നിവർ നേതൃത്വം നൽകും. സേവ് ഓഫ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾ കൈമാറി. കുട്ടികൾക്ക് പഠന സഹായാർത്ഥം മൊബൈൽ ഫോൺ വിതരണവും നടത്തി. വെള്ളിയാഴ്ച കാലത്ത് വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ പരിപാടിയിലാണ് കോവിഡ് സുരക്ഷാ ഉപകരണങ്ങളായ സർജിക്കൽ മാസ്കുകളും N95 മാസ്കുകളും തെർമോമീറ്റർ, ഓക്സിമീറ്റർ എന്നിവയും വിതരണം ചെയ്തത്. വടക്കേക്കാട് SHO M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന നിർധനരായ കുട്ടികളെ കണ്ടെത്തി ട്യൂഷൻ നൽകി പഠന നിലവാരം ഉയർത്തുവാൻ നിലവിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പഠിക്കുന്നവരിൽ അർഹയായ വിദ്യാർത്ഥിനിക്ക് മൊബൈൽ ഫോണും ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകി. ചെയർമാൻ PK മുഹമ്മദ്, SHO M സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് വിദ്യാർത്ഥിനിയുടെ മാതാവിന് ഫോൺ സമ്മാനിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PK മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ട്രസ്റ്റി ഉമ്മർ കടിക്കാട്, സബ് ഇൻസ്പെക്ടർ രാജീവ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ ഫിറോസ്, സേവ് ഓഫ് ജനറൽ സെക്രട്ടറി സക്കരിയ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. പഞ്ചായത്ത് റോഡുകളുടെ ഗുണമേന്മ പരിശോധിക്കാൻ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജും പഞ്ചായത്ത് റോഡുകളുടെ ഗുണമേന്മ പരിശോധിച്ച് വിലയിരുത്താനായി സംസ്ഥാന സർക്കാർ 12 എഞ്ചിനീയറിംഗ് കോളേജുകളെ തെരഞ്ഞെടുത്ത് ഉത്തരവിറക്കിയിരുന്നു. തൃശൂരിൽ നിന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജും ഈ നേട്ടത്തിന് അർഹരായി. പ്രളയ പുനരധിവാസത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് കോളേജിനെ റോഡുകളുടെ ഗുണമേന്മ പരിശോധിക്കാനായി തെരഞ്ഞെടുത്തത്. സുബ്രഹ്മണ്യൻ കൃഷി ഇറക്കുന്നത് നാട്ടുകാർക്കു വേണ്ടിയാണ്. പൊരിവേലത്ത് കഷ്ടപ്പെട്ടാലും നാട്ടുകാർ വിഷരഹിതമായ നാടൻ പച്ചക്കറി കഴിക്കുന്നുണ്ടല്ലോ എന്ന ആത്മസംതൃപ്തി മാത്രമാണ് ഇദ്ദേഹത്തിന് കൈമുതലായുള്ളത്. ഗുരുവായൂർ മമ്മിയൂർ നാരായണംകുളങ്ങര താഴത്തേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ 27 സെന്റ് സ്ഥലത്താണ് സുബ്രഹ്മണ്യൻ കൃഷിയിറക്കുന്നത്. ക്ഷേത്രം ഖജാൻജി കൂടിയായ ഇദ്ദേഹം കൃഷിയിറക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ക്ഷേത്ര കമ്മിറ്റി സ്നേഹത്തോടെ അനുവാദം നൽകി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. തരിച്ചിട്ട് കിടക്കുന്ന പറമ്പിലേക്ക് തൂമ്പയെടുത്തിറങ്ങി കൊത്തിക്കിളച്ച് വിത്തിറക്കുകയായിരുന്നു. വളവും മറ്റു ചെലവുകളും സ്വന്തമായി വഹിക്കും. വിള നാട്ടുകാർക്കും ഭാഗിച്ചു നൽകും.
8 വർഷത്തോളമായി ഇദ്ദേഹം ഈ സപര്യ തുടങ്ങിയിട്ട്. കൊള്ളി, കൂർക്ക, മത്തൻ, ചേമ്പ്, ചേന, വാഴ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. വിളവെടുപ്പ് സമയത്ത് കുടുംബത്തിലേക്ക് വേണ്ടവ മാത്രമെടുത്ത് ബാക്കി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. എത്താൻ സാധിക്കാത്തവർക്ക് കൃത്യമായി വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും. ഇത്തവണ കൂർക്ക വിളവെടുത്ത് 90 വീട്ടുകാർക്കാണ് നൽകിയത്. ഇനിയും 10-20 വീട്ടുകാർക്ക് കൂടി നൽകാനുള്ള കൂർക്ക വിളവെടുക്കാനുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എനിക്കിവിടെ ഉണ്ടാക്കാനുള്ള സൗകര്യം കമ്മിറ്റി എനിക്ക് ഒരുക്കി തന്നു. അത് ഞാൻ ഉപയോഗിച്ച് ഇവിടെ നാട്ടുകാർക്ക് ഭക്തജനങ്ങൾക്ക് സൗജന്യമായി നമ്മൾ കൊടുക്കുന്നു. ഒരു 8 വർഷമായി ഞാൻ അത് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ കൂർക്ക പറിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 92-93 കുടുംബങ്ങൾക്ക് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20 കുടുംബങ്ങൾ കൂടി നമ്മൾ കൊടുക്കാനുണ്ട്. അതിന് പറിച്ചതിന് ശേഷം നമ്മളത് അവർക്കും കൊടുക്കുന്നതാണ്. ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ നാട്ടുകാരും സന്തുഷ്ടരാണ്. 3 പതിറ്റാണ്ടോളമായി മമ്മിയൂരിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തുകയാണ് സുബ്രഹ്മണ്യൻ. കോവിഡിനെ തുടർന്ന് വരുമാനം മുട്ടിയപ്പോഴും കൃഷി കൈവിട്ടില്ല. കൃഷി തഴച്ച് വളരുന്നതോടൊപ്പം നാട്ടുകാരുടെ സ്നേഹവായ്പും അധികരിക്കുകയാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. കാൽപന്തുകളിയിലെ ഇതിഹാസം ഡിഗോയ്ക്ക് മരത്തങ്കോട് വായനശാല ഫ്രണ്ട്സ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. MP സിജോ, നിതീഷ്, സിറാജ്, ഷൈൻ, നികീഷ്, ലെനീഷ്, തമ്പി എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ച് സംസാരിച്ചു. വടക്കനച്ചൻ കാരുണ്യസ്പർശം സെന്ററിന്റെ നേതൃത്വത്തിൽ ജോസഫ് വടക്കനച്ചന്റെ 25ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് ആദരചടങ്ങ് നടത്തി. ജോസഫ് വടക്കനച്ചൻ ആദ്യകാലങ്ങളിൽ അധ്യാപക സേവനം ചെയ്തിരുന്ന തൊഴിയൂർ CMUP സ്കൂളിലെ 7ാം ക്ലാസ്സിൽ അർദ്ധവാർഷിക പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയ MP അനാമികയ്ക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി. റവറൻ ജോർജ് വടക്കൻ കോർ എപ്പിസ്കോപ്പ മൊമന്റോ നൽകി. ജെയിംസ് വടക്കൻ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ഫാദർ വികാസ് വടക്കൻ, വിക്ടർ വടക്കൻ, ഡേവി വടക്കൻ, സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെനി ടീച്ചർ, ജിയോ ജോർജ് വടക്കൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വടക്കനച്ചൻ കാരുണ്യസ്പർശം സെന്റർ പ്രസിദ്ധീകരിച്ച 2021 കലണ്ടർ പ്രകാശനം ചെയ്തു. വിപണി മാക്സസ് മിനി ഹബ് ജനമിത്ര കേന്ദ്രം എരുമപ്പെട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓൺലൈൻ സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ടി എരുമപ്പെട്ടി ITC റോഡിലാണ് ജനമിത്ര കേന്ദ്രത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർത്ഥാടന യാത്രകൾ, വിനോദസഞ്ചാര യാത്രകൾ, ഹജ്ജ്, ഉംറ ബുക്കിംഗ്, ജനന, മരണ, വിവാഹ രജിസ്ട്രേഷനുകൾ ഉൾപ്പെടെയുള്ള ജനറൽ സർവീസുകൾ, GST രജിസ്ട്രേഷൻ, ഫയലിംഗ്, വാഹന, ആരോഗ്യ, ട്രാവൽ ഇൻഷുറൻസുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി സ്മാർട്ട് സർവീസും ഫോറക്സ് കാർഡ്, മണി ട്രാൻസ്ഫർ, വിവിധതരം അറ്റസ്റ്റേഷനുകൾ എന്നീ പ്രീമിയം സർവീസുകളും ലഭ്യമാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡർ സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മഹല്ല് ഖത്തീബ് ബഷീർ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വിവിധ രാഷ്ട്രീയ നേതാക്കളായ MM സലീം, KM അഷറഫ്, NK കബീർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി എന്നിവർ പങ്കെടുത്തു. ഫോൺ നമ്പർ 9037326932 6282972238. പഴഞ്ഞി MD കോളേജിൽ നിയമദിനം ആചരിച്ചു. കോളേജിലെ NSSന്റെ നേതൃത്വത്തിലാണ് നിയമദിനം ആചരിച്ചത്. കോളേജ് അങ്കണത്തിൽ നടന്ന ദിനാചരണം പ്രോസിക്യൂട്ടർ PV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ, കോളേജ് യൂണിയൻ അസോസിയേഷൻ സെക്രട്ടറി അമൽരാജ്, മുൻ NSS ലീഡർ ഷാരോൺ, അഖിലേഷ് എന്നിവർ സംസാരിച്ചു. നവമാധ്യമ കാഴ്ച. അപ്രതീക്ഷിതമായി ശത്രുക്കൾ മുന്നിൽ വന്നാൽ എന്താകും അവസ്ഥ? നെഞ്ചിൽ ഒരു തീക്കാളലാവും ഉണ്ടാവുക. ഈ മിണ്ടാപ്രാണികൾക്കും സംഭവിച്ചത് അതുതന്നെയാണ്. കാര്യം ഡെമ്മിയാണെങ്കിലും ഇക്കൂട്ടർ വല്ലാതങ്ങ് പേടിച്ചുപോയി. ചൊവ്വന്നൂരിൽ നിന്നും ഫൈസൽ നൽകിയ ദൃശ്യം.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4535 രൂപ, വാങ്ങുന്ന വില 4525 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. വടക്കേക്കാട് കൊച്ചന്നൂർ കേശവത്ത് പറമ്പിൽ പരേതനായ അബ്ദുൽ കരീമിന്റെ മകൻ അബ്ദുൾ റഹീം എന്ന KP ബാബു നിര്യാതനായി 50 വയസ്സായിരുന്നു. റസിയയാണ് ഭാര്യ. ഖബറടക്കം കൊച്ചന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. വെള്ളിത്തിരുത്തി അകഴിപ്പുറത്ത് തെക്കൂട്ടയിൽ പത്മനാഭൻ നായർ നിര്യാതനായി 68 വയസ്സായിരുന്നു. ഉഷയാണ് ഭാര്യ. രാമചന്ദ്രൻ, രതീഷ്, രാജു എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാട് തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CCTVയും കുന്നംകുളം പ്രസ് ക്ലബ്ബും ചേർന്ന് നടത്തിവന്നിരുന്ന ജനകീയം 2020 തത്സമയ സംവാദം സമാപിച്ചു. സംസ്ഥാനത്ത് 3699 പേർക്ക് കോവിഡ്, 3348 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ, 4544 പേർക്ക് രോഗമുക്തി, 23 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 525 പേർക്ക് കൂടി കോവിഡ്, 826 പേർ രോഗമുക്തരായി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോവിഡ് മൂലം വയോധികൻ മരിച്ചു. അണ്ടത്തോട് കുമാരൻപടിയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ വാഹനം കന്യാകുമാരിയിൽ നിന്നും വടക്കേക്കാട് പോലീസ് കണ്ടെത്തി. ഡ്രൈവർ അറസ്റ്റിൽ. അടിക്കടി അപകടമുണ്ടാകുന്ന കല്ലുംപുറം വളവിലെ സിഗ്നൽ ലൈറ്റ് കണ്ണടച്ചിട്ട് 2 ആഴ്ചയായിട്ടും നടപടിയായില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് cctv online.in